ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ ദൈവവചനത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് ഇങ്ങനെ പറയപ്പെടുന്നു: ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം. വചനം മാംസം ധരിച്ച് യേശുവായി, അതിനാൽ വചനം കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. നമ്മൾ വചനം നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യമാണ് അവിടെ പ്രകടമാകുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എല്ലായിടത്തും പതിയുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ നമ്മുടെ വീടിന് ചുറ്റും എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു, ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. 1 പത്രോസ് 3:12 ഈശോ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു: കർത്താവ് നമ്മെ ഉറ്റുനോക്കുന്നതും നമ്മോട് സംസാരിക്കുന്നതും നാം പറയുന്നത് കേൾക്കുന്നതും വചനത്തിലൂടെയാണ്. കൗൺസിൽ പിതാക്കന്മാർ പറയുന്നു: ദൈവം മനുഷ്യൻ്റെ മുഖത്തേക്ക് അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുകയും അവർ വഴി സംസാരിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. ബൈബിൾ നമ്മൾ ധ്യാനപൂർവ്വം വായിക്കുമ്പോൾ നമ്മിൽ ജീവൻ പ്രവേശിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്കുകളിലൂടെ നമ്മളോട് പറയുന്നു. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു. സ്വസ്ഥമായിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ പ്രകാശത്തിൽ കുളിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. സങ്കീർത്തനങ്ങൾ 119:30 ഇങ്ങനെ പറയുന്നു: നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു. നമുക്ക് പ്രകാശത്തിൽ കുളിക്കുന്ന അനുഭവമാണ് ബൈബിൾ വായിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത്. വചനം സൗഖ്യദായകമാണ്. ഒരു രോഗിയുടെ മുറിയിൽ വെച്ച് വചനം വായിച്ചാൽ രോഗശാന്തി ലഭിക്കും. വചനം ഉറക്കെ വായിക്കുമ്പോൾ പ്രത്യേക അഭിഷേകം ലഭിക്കുന്നു. ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ പരിചയപ്പെടുത്തി കൊടുത്താൽ വലുതാകുമ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിജീവിക്കാൻ അവർക്ക് ശക്തി കിട്ടും. ശിശുക്കൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മ വചനം വായിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിനെ സ്വാധീനിക്കും. വിയറ്റ്നാമിലെ മെത്രാൻ ഫ്രാൻസിസ് വാൻതുവാൻ പറയുന്നു: അദ്ദേഹത്തിൻ്റെ ജയിൽവാസത്തിൻ്റെയും വീടുതടങ്കലിൻ്റെയും നീണ്ട വർഷങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച തീവ്രവേദനയിൽ നിരാശനാകാതെ പ്രത്യാശയിൽ നിലനിൽക്കുകയുണ്ടായി. ഈ വചനം വായിച്ചതിലൂടെയാണ് മെത്രാൻ അങ്ങനെ സാധിച്ചത്. ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ മുതൽ തന്നെ വചനം അഭ്യസിപ്പിച്ച അമ്മയെക്കുറിച്ച് ഉള്ള ഓർമ്മയായിരുന്നു മെത്രാൻ്റെ മനസ്സിൽ. ഗർഭിണിയായിരുന്ന സമയം അവൾ ബൈബിൾ വായിക്കുകയും ശൈശവകാലത്ത് എല്ലാ രാത്രിയിലും ബൈബിൾ സംഭവങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ജെറോം, വിശുദ്ധ കൊച്ചുത്രേസ്യ തുടങ്ങിയ വിശുദ്ധർ ബൈബിൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. ദിവസവും നമ്മൾ ബൈബിൾ വായിക്കാനായി കുറച്ച് സമയം കണ്ടെത്തേണ്ടതാണ്. കൃത്യമായ തീഷ്ണതയോടെ നമ്മൾ വചനത്തിലൂടെ നമുക്ക് ദൈവം നമ്മളോട് എന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം എന്നോട് സംസാരിച്ച സന്ദേശം പ്രാർത്ഥനയിൽ കണ്ടുപിടിക്കുകയും മനസ്സിൽ പതിഞ്ഞ വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും വചനം ആവർത്തിച്ച് പറഞ്ഞ് നമ്മിൽ തന്നെ ഒരു വിശദീകരണം നടത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലും നമുക്ക് ലഭിക്കും. നമ്മുടെ ബൈബിൾ വായിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും, ജ്ഞാനം, ബുദ്ധി, ശക്തി, അറിവ് എല്ലാം നമുക്ക് ബൈബിൾ വായിക്കുന്നതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അരമണിക്കൂർ സമയം ബൈബിൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. ബൈബിൾ ഞാൻ തുടർച്ചയായിട്ട് വായിക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റാറില്ല. എങ്കിലും ഞാനും വായിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഒന്നിച്ച് ഈശോയെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ബൈബിൾ വായിച്ച് നമുക്ക് നമ്മൾ എന്താണ് ഈശോ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കത് രുചിച്ചറിയാം. ഈശോയുടെ വലിയ സ്നേഹം വിശുദ്ധ ലിഖിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ബൈബിൾ വായിക്കാനായിട്ട് ഒരു ദിവസം അരമണിക്കൂർ നമുക്ക് കണ്ടെത്താം.